അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് നിരവധി മാറ്റങ്ങളാണ് കനേഡിയൻ ഭരണകൂടം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി കുടിയേറ്റ വിസകളിലും സ്റ്റുഡന്റ് വിസകളിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കാനഡയിൽ കഴിയുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ബാധിക്കും. കൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിനായി കാനഡയിലേക്ക് പോകണമെന്ന് സ്വപ്നം കാണുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഇത് തിരിച്ചടിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ജനുവരി 31 പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പുതുക്കിയ ഇമിഗ്രേഷൻ അഭയാർത്ഥി സംരക്ഷണ ചട്ടങ്ങൾ പ്രകാരം അനധികൃതമായി ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ജോലി പെർമിറ്റുകൾ റദ്ദാക്കുക, വർദ്ധിച്ചുവരുന്ന വിസ പരിശോധനകൾ, കൂടാതെ കാലാവധി കഴിഞ്ഞിട്ടും ആളുകൾ രാജ്യത്ത് താമസിക്കുന്നുണ്ടോ എന്ന കർശന പരിശോധനകളും കനേഡിയൻ ഉദ്യോഗസ്ഥർ ശക്തമാക്കിയിട്ടുണ്ട്. ഇത് പഠനം കഴിഞ്ഞ് ജോലി ലഭിക്കാതെ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി തന്നെയാണ്. കാനഡയിൽ 4 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷം 7000 വിദ്യാർത്ഥികളുടെ വിസ പെർമിറ്റുകൾ റദ്ദാക്കുന്ന നടപടികളും ഉണ്ടാകും. പെർമിറ്റ് നഷ്ടമാകുന്ന വിദ്യാർത്ഥികൾക്ക് മന്ത്രാലയത്തിന് അപ്പീൽ നൽകിയില്ലെങ്കിൽ രാജ്യം വിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുകളും വിദഗ്ധർ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പീലിന് പോകാൻ വിദ്യാർത്ഥികൾക്ക് $1500 കനേഡിയൻ ചെലവ് വരും. എന്നാൽ ഇതിനു പോയാലും ഫലമുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. മികച്ച അക്കാഡമിക് പെർഫോമൻസുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ഒന്നിലധികം വ്യക്തികളുടെ പെർമിറ്റുകൾ നഷ്ടമായിട്ടുണ്ടെന്ന് ഫോറിൻ അഡ്മിറ്റ് ഡയറക്ടർ നിഖിൽ ജെയിൻ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി ജനസംഖ്യയുടെ ഏകദേശം 35 മുതൽ 40% വരെ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. പല വിദ്യാർത്ഥികളും പഠന ചെലവ് കണ്ടെത്തുന്നതും കാനഡയിലുള്ള പാർട്ട് ടൈം ജോലികൾ ചെയ്താണ്. എന്നാൽ പല വിദ്യാർത്ഥികളും അവർക്ക് ജോലി ചെയ്യാൻ അനുവദിച്ച സമയത്തിന് മുകളിൽ ജോലികൾ ചെയ്യുന്നുണ്ടെന്നും മന്ത്രാലയത്തിന് വിവരങ്ങൾ ലഭിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ സമയപരിധി കഴിഞ്ഞ് ജോലി ചെയ്യുന്നവരെ കണ്ടെത്തിയാലും അവരുടെ വിസ പെർമിറ്റുകളുടെ കാര്യത്തിലും നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കാനഡയുടെ വിസ പ്രോഗ്രാമിലെ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അനധികൃത കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെ ഇമിഗ്രേഷൻ ചട്ടങ്ങളിലും വൻ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാനഡ വിദേശികൾക്ക് നൽകിയിരുന്ന ETA, TR വിസ അനുമതികളിലും ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ ഉടൻ നിർത്തലാക്കാനുള്ള അനുമതി അധികാരികൾക്ക് നൽകിയിട്ടുള്ളതായി മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്താണ് ETA, TRV പ്രോഗ്രാമുകൾ? ഇത് എങ്ങനെയാണ് കാനഡയിലേക്കുള്ള കുടിയേറ്റം വർദ്ധിപ്പിക്കുന്നതെന്ന് നോക്കാം. വിസാമുക്ത രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കാനഡയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് ETA. ഇതിൽ UK, US, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടും. കൂടാതെ US ഗ്രീൻ കാർഡുള്ള വിദേശ പൗരന്മാർക്കും കാനഡയിൽ പ്രവേശിക്കാൻ ETA പ്രോഗ്രാം വഴി അവസരം ലഭിക്കും. വിസ ആവശ്യമായ രാജ്യങ്ങളിൽ നിന്നും ഒരു നിശ്ചിത കാലയളവിൽ കാനഡയിൽ താമസിക്കാൻ അനുവദിക്കുന്ന പ്രോഗ്രാമാണ് TRV. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിലെ ആളുകളാണ് ഈ വിസ കൂടുതലായും ഉപയോഗിക്കുന്നത്. ടൂറിസം, ഫാമിലി വിസിറ്റ് എന്നീ ആവശ്യങ്ങൾക്കാണ് ഈ വിസകൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. കൂടാതെ സ്റ്റഡി ആൻഡ് വർക്ക് പെർമിറ്റുകൾ ഇല്ലാത്തവർക്കും ഉപയോഗിക്കാം. 6 മാസത്തെ കാലാവധിയാണ് ഈ വിസകൾക്കുള്ളത്. എന്നാൽ പല ആളുകളും ETA, TR വിസ പ്രോഗ്രാമുകൾ വഴി കാനഡയിലേക്ക് പ്രവേശിക്കുകയും കാലാവധി കഴിഞ്ഞാലും അനധികൃതമായി അവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുടിയേറ്റ നിയമം കൊണ്ടുവന്നപ്പോൾ ഈ വിസ പ്രോഗ്രാമുകളെയും IRCC ഉൾപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ രാജ്യത്തിനകത്ത് നല്ല രീതിയിൽ പരിശോധനകൾ ഉണ്ടാകുമെന്നും അനധികൃതമായി എന്തെങ്കിലും കണ്ടാൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും അധികാരികൾ അറിയിച്ചിട്ടുണ്ട്.